بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. باب أمور الإيمان وقول الله تعالى ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. قد أفلح المؤمنون الآية. باب أمور الإيمان. ഉമൂർ എന്നത് ജമ്മാണ്, അല്ലീമാൻ പറഞ്ഞ മഅരിഫയാണ്. ജമ്മിനെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഉമൂമിനെ ഫായിദപ്പിക്കും. അപ്പോൾ അവിടെ അർത്ഥം വെക്കേണ്ടത് ഈമാനിൻ്റെ എല്ലാ കാര്യങ്ങളെയും ബയാൻ ചെയ്യുന്ന ബാബാകുന്നു. ഉമൂർ പറഞ്ഞത് അജ്സ ആക്കുക, അൽ-ഈമാൻ എന്ന് പറഞ്ഞത് കുല്ലുമാക്കുക. അപ്പോൾ അജിസായിനെ കുലിലേക്ക് ഇളാഫത്ത് യദു സൈദി എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ ഇളാഫത്ത് ലാമിയാവും. ഈമാനിൻ്റെ എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന ബാബാകുന്നു ഇത്. വഹാദ ബാബു അത് ഖബറായിട്ടാണ് റഫ് ചെയ്യുന്നത്. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൗലിനെയും വിശദീകരിക്കുന്ന ബാബാകുന്നു. വാവ് അത്ഫിൻ്റെ വാബ്, കൗലി എന്നുള്ളത് മഅ്തൂഫ് അലൈഹി ഉമൂരി. അപ്പോൾ ഈ ബാബിൽ ഈ കൗലും പിന്നെ മറ്റൊരു കൗലും അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ അല്ലായ ആയത്ത് മുഴുവനായി ഓതിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആയത്തിനെയും ഈ ഉമൂറുൽ ഈമാൻ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന ബാബാകുന്നു എന്ന് അർത്ഥം വെക്കാം. അപ്പം ഉമൂറുൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെ എത്രയാണ്, അതിൻ്റെ കമ്മിയത്തിൽ വിശദീകരിക്കുക. ഈമാൻ കാര്യം എത്രയാണ് അത് വരാൻ പോകുന്നുണ്ട്. അടുത്ത ഹദീസിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അത് 60 ചില്ലാനമാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഉമൂറുൽ ഈമാൻ കൊണ്ട് ഈമാൻ കാര്യങ്ങൾ എല്ലാം കൂടി എത്രയുണ്ട് എന്നർത്ഥം വെക്കുക. പിന്നെ ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ, അതിനാണ് ഈ പരിശുദ്ധ ഖുർആനിൽ കൂടെ സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിനും വിശദീകരിക്കുക. അപ്പോൾ അടുത്ത ഹദീസിൽ ഒരു ഹദീസേ ഉള്ളൂ ഈ ബാബിൽ. ആ ബാബിൽ വിശദീകരിക്കുന്നത് ഹദീസ് ഈമാൻ കാര്യങ്ങൾ 60 ചില്ലാനമുണ്ട് എന്ന എണ്ണം വിശദീകരിച്ചു. ആ 60 ചില്ലാനം ഏതൊക്കെ എന്നുള്ളത് ഈ രണ്ട് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ആ 60 ചില്ലാനം ആകുന്നത് എന്നതായി വിശദീകരണം. ഇനി അവിടെ വേറൊരർത്ഥം വെക്കാം. വഖൗലുല്ലാഹി തആല എന്ന് വായിക്കുക റഫ് ചെയ്തിട്ട്. അപ്പം എന്താവും അർത്ഥം? ബാബു ഉമൂരിൽ ഈമാൻ,
ഈമാൻ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ബാബാകുന്നു. ആ ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും ആ ഈമാൻ കാര്യങ്ങൾ എത്രയാണെന്നും അതിന് രണ്ടർത്ഥം വെക്കുക. ഉമൂറുൽ ഈമാൻ എന്ന് ഈമാൻ കാര്യങ്ങളെ വിശദീകരിക്കുക. എന്ത് വിശദീകരിക്കുക? ഈമാൻ കാര്യം എത്രയാണെന്ന് വിശദീകരിക്കുക, അതോടുകൂടെ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുക. അപ്പോൾ ഖൗലുല്ലാഹി തആല എന്ന വാവ് ഇസ്തിനാഫിൻ്റെ വാവാക്കണം. അപ്പോൾ വിഷയം തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖൗല് അതിനെ നമുക്ക് വിശദീകരിച്ച് തരും. യുബയ്യിനുഹാ ആ ഈമാൻ കാര്യങ്ങളെ ബയാൻ ചെയ്തു തരും. ഖൗലുല്ലാഹി തആല അല്ലാഹു തആലാന്റെ ഖൗല് എന്നർത്ഥം നമുക്ക് മുറഫ് ചെയ്ത് വായിക്കാം. ഇനി വേണമെങ്കിൽ ഖൗലല്ലാഹി തആല എന്നും വായിക്കാം. അപ്പോൾ ഉമൂറുൽ ഈമാൻ എൻ്റെ ബാബിൽ രണ്ടും പെടുത്തണം. ഈമാൻ കാര്യങ്ങൾ എത്രയെന്നും ഏതെല്ലാമെന്നും അവിടെ അർത്ഥം വെച്ചു. പിന്നെ ആ ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നിനക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഉത്തുലു നീ ഓതിക്കോ ഖൗലല്ലാഹി തആല അല്ലാഹു തആലാന്റെ ഖൗലിനെ ഓതി അതിൽ നിന്ന് മനസ്സിലായിക്കോ തന്നെ അർത്ഥം വെക്കാം. ലൈസൽ ബിർറ അൻ തുവല്ലു ഉജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലൈസൽ ബിർറ, ബിർറല്ല നന്മയല്ല, അൻ തുവല്ലു നിങ്ങൾ തിരിക്കൽ, ഉജൂഹക്കും നിങ്ങൾക്കുള്ള മുഖങ്ങളെ എവിടേക്ക് തിരിക്കല്? ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഭാഗത്തേക്ക് മുഖം തിരിക്കുക. അത് സൽക്കർമ്മമല്ല, ബിർറല്ല, നന്മയല്ല. ജൂതനസ്രാണികളുടെ ആഗ്രഹമാണ് അവർ പറയുന്ന വാക്കാണ്. ജൂതന്മാർ പറയും പടിഞ്ഞാറോട്ട് തിരിയാണ് വേണ്ടത്, അതാണ് നല്ല കാര്യം. പടിഞ്ഞാറോട്ട് തിരിഞ്ഞുകൊണ്ട് അവരുടെ ധ്യാനങ്ങൾ ചെയ്യണം, അതാണ് സൽക്കർമ്മം എന്ന് അവർ പറയും. നസ്രാണികൾ പറയും കിഴക്കോട്ട് തിരിയലാണ് ധ്യാനം. അങ്ങനെ ജൂത നസ്രാണികൾ എവിടേക്ക് ഏത് ഭാഗത്തേക്ക് തിരിയണം അതിൽ അവർക്ക് അവരുടെ ആചാരങ്ങൾ മതാചാരങ്ങൾ കാര്യമായി ആ തിരിച്ചിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്കല്ല. അതുകൊണ്ടാണ് അവരുടെ മതത്തിൻ്റെ ആചാരങ്ങൾ വെറും ഞായറാഴ്ച മാത്രമായി ഒതുങ്ങുന്നത്. പിന്നെ ജൂതന്മാർക്ക് വൈകുന്നേരം അത് എല്ലാ ദിവസവും ഉണ്ടോ, ഞായറാഴ്ച മാത്രമാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഖറിയത്തു ഇബ്രാഹിം അലൈഹിസ്സലാം, പലസ്തീനിലെ ഖറിയത്ത് ഇബ്രാഹിം എന്ന പഴയ ഹിബ്രു പട്ടണം, അവിടെയുള്ള മഹത്തായ പള്ളിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ എല്ലാം മക്ബറുള്ള പള്ളിയിലേക്ക് മഗ്രിബിൻ്റെ സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അതൊരു ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു. അവിടെ ജൂതന്മാരുടെ വലിയ പ്രാർത്ഥന, അതിൻ്റെ ആ പള്ളി പകുതി അവർ കൈയടക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അവർ ചെയ്യുന്ന ആൾ കണ്ടു. എന്തായാലും ജൂതന്മാർക്കും നസ്രാണികൾക്കും ആ ഒരു തിരിച്ചിലാണ്. നസ്രാണികൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കും ജൂതന്മാർ പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിയും. അങ്ങനെ അവരുടെ ആ തിരിച്ചില് മാത്രമല്ല, അതൊരു ഇബാദത്തല്ല. അത് കിഴക്കോട്ട് തിരിഞ്ഞത് കൊണ്ടോ പടിഞ്ഞാട്ട് തിരിഞ്ഞത് കൊണ്ടോ ഒന്നും തന്നെ വരാൻ പോകുന്നില്ല. വസലാത്തു നസാറ ഇലൽ മശ്രിഖി ലൈസൽ ബിർറു ലൈസൽ ബിർറ സ്വലാത്തുൽ യഹൂദ് ഇലൽ മഗ്രിബി വസലാത്തു നസാറ ഇലൽ മശ്രിഖി അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജൂതന്മാരത് മഗ്രിബിലേക്കും നസ്രാണികളത് മശ്രിഖിലേക്കും. ആ തിരിച്ചില് അതിലേക്ക് പ്രത്യേകമായ കാര്യമൊന്നുമില്ല. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞിക്കണിയിൽ എല്ലാ കാര്യം കിടക്കുന്നത്. പിന്നെന്താണ് കാര്യം? വലാകിന്നൽ ബിർറ, എങ്കിലും ബിർറ്, അവിടെ ബിർറ് എന്ന് പറഞ്ഞാൽ അത് മസ്തറാണ്.
അപ്പോൾ അവിടെ ബർറ് എന്നും കിറാത്തുണ്ട്. ആ കിറാത്ത് അനുസരിച്ച് അർത്ഥം വെക്കുന്ന ഇമാമിങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളത്. ജലാലിനിലും അപ്പോക്കാണ് പോകുന്നത്. വലാകിന്നൽ ബിർറ, നന്മ എന്നാൽ നന്മ ഉടയവൻ. ദൽ ബിർറ എന്ന് ജലാലിന് അർത്ഥം വെച്ചത് കാണാം. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ കൊണ്ട് വിശ്വസിച്ചവൻ, അവനാണ് നന്മ ഉടയവൻ. വൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിർ കൊണ്ടും വിശ്വസിച്ചവനാണ് നന്മ ഉടയവൻ. ഇപ്പം രണ്ട് കാര്യമായി. വൽ മലായികത്തി, എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിച്ചവനുമാണ് നന്മയുടവൻ. വൽ കിതാബി, അലിഫ് ലാം ജിൻസിൻ്റെതാണ്. അപ്പം എല്ലാ കിതാബും അർത്ഥം വെക്കുമ്പോൾ നമുക്ക് ജിൻസ് മുറാദാവുമ്പോൾ വൽ കിതാബി, കിതാബിനെ കൊണ്ടും വിശ്വസിക്കുന്നവനാണ് നന്മയുടയവൻ. വൻ നബീന, നബിമാരെ കൊണ്ട് വിശ്വസിക്കുന്നവനുമാണ് നന്മയുടയവൻ. ഇവിടെ ഖൈറ് ഷർ കൊണ്ടുള്ള വിശ്വാസം ഇവിടെ പറഞ്ഞിട്ടില്ല, ഖലാ കൊണ്ടുള്ള വിശ്വാസം ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഒരു ഹദീസിൽ സ്വീകരിക്കുന്നുണ്ട്. അത് ഖുർആനിൽ തന്നെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ, മുതലിനെ സ്വയം ആവശ്യമുണ്ടാവലോടുകൂടെ, സ്വയം ഇഷ്ടം വെക്കലോടുകൂടെ, സ്വയം താല്പര്യമുണ്ടായിരിക്കലോടുകൂടെ കുടുംബക്കാർക്ക് മുതലിനെ കൊടുക്കുകയും ചെയ്തവൻ, അവനാണ് ബിർറുടയവൻ. വല്യതാമ, യതീമക്കൾക്കും മുതലിനെ കൊടുത്തു. വൽ മസാകീന, മിസ്കീന്മാർക്കും മുതലിനെ കൊടുത്തു. വബിന സബീൽ, യാത്രക്കാരനിക്കും മുതലിനെ സമ്പത്തിനെ കൊടുത്തു. അവനാണ് ഇവരുടയവൻ. വസ്സായിലീന, യാചകർക്കും കൊടുത്തു. വഫി റിഖാബ്, അടിമത്തത്തിൽ നിന്ന് പെരടികളെ മോചിപ്പിക്കുന്നതിനും പണം കൊടുത്തു. അവനുമാണ് ബിർറുടയവൻ. വഅഖാമ സ്വലാത്ത, നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്തു. അവനുമാണ് ബിർറുടയവൻ. അഖാമ സ്വലാത്ത ആമന മക്കതഫ്, വലാകിന്നൽ ബിർറ മൻ അഖാമ സ്വലാ, നിസ്കാരത്തെ നിലനിർത്തിയവനുമാണ് ബിർറുടയവൻ. വആത സകാത്ത, അവൻ ഫർളാക്കപ്പെട്ട സകാത്തിനെ കൊടുക്കുകയും ചെയ്തു. ഇത് ഫർളാക്കപ്പെട്ടതിനേക്കാണ് സകാത്ത് എന്ന് പറയാം. അതിൻ്റെ മുമ്പ് ആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമ വൽ മസാകിന വബിന സബീൽ വസ്സായിന എന്ന് പറയുന്നത് സുന്നത്തായ സദഖകളെ പറ്റിയാണ്. സകാത്തിൻ്റെ അവകാശികൾ ഇവരുമാവാം അല്ലാത്തവരുമാവാം. വൽമുഫൂന ബിഅഹദിഹിം ഇദാ ആഹദൂ, വൽമുഫൂന മൻ മകതഫ്, വലാകിന്നൽ ബിർറ, എങ്കിലും സൽക്കർമ്മം ഉടയവൻ എന്നാൽ വൽമുഫൂന, പൂർത്തിയാക്കി വിടുന്നവരുമാണ്. ബിഅഹദിഹിം, അവർക്കുള്ള കരാറിനെ കൊണ്ട്. ഇദാ ആഹദൂ, അവർ കരാർ ചെയ്താൽ, ആരോട് കരാർ ചെയ്താലും, അള്ളാഹിനോട് കരാറ് ചെയ്താലും മനുഷ്യരോട് കരാറ് ചെയ്താലും ആ ചെയ്യുന്ന കരാറ് പൂർത്തിയാക്കി വിട്ടുന്നവർ, അവരുമാണ് സൽക്കർമ്മം ചെയ്യുന്ന നന്മ ഉടയവർ. വസ്വാബിരീന, ക്ഷമിക്കുന്നവരെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഇതുവരെ പറഞ്ഞതൊക്കെ ബിർറുടയവർക്കുള്ള സ്വഭാവങ്ങളാണെങ്കിലും അതിൽപ്പെട്ട തന്നെയാണ് ക്ഷമയെങ്കിലും ആ ക്ഷമിക്കുന്നവരെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. മൻസൂബുൻ അലൽ മദ്ഹ് എന്ന് പറയും. ക്ഷമിക്കുന്നവരെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, ഞാൻ അവരെ പ്രത്യേകം മദ്ഹ് ചെയ്യുന്നു എന്നെല്ലാം അർത്ഥം വെക്കാം. എപ്പം ക്ഷമിക്കുന്നവർ? ഫിൽ ബൗസായി, ശക്തമായ ദാരിദ്ര്യഘട്ടങ്ങളിൽ, വല്ലറായി, രോഗഘട്ടങ്ങളിലും, വഹീനൽ ബൗസി, യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് എല്ലാവിധ വിഷമങ്ങൾ സഹിക്കുന്ന ഘട്ടത്തിലും ക്ഷമിക്കുന്നവർ, അവർ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഉലൈകല്ലദീന സദഖൂ, ഉലൈക, ഈ പറയപ്പെട്ട എല്ലാവിധ സ്വഭാവങ്ങളും ഉള്ളവർ, അല്ലദീന സദഖൂ, അവരുടെ ഈമാനിലും നന്മ ഉടയവരാണെന്നുള്ള വാദത്തിലും അവർ സത്യസന്ധത ഉള്ളവരാണ്.
വഉലൈക അവരാകുന്നത് ഹുമുൽ മുത്തഖൂന മുത്തഖീങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നവർ അല്ലാഹു വിരോധിച്ചതിനെ വർജിക്കുന്നവർ അവർ ഇവർ മാത്രമാണ്. ഈ ആയത്തില് പരിശുദ്ധ ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ നിന്ന് കുറേ പറഞ്ഞു. ഇമാം ബുഖാരി ആദ്യം പറഞ്ഞ പ്രകാരം കൗലും ഫിഇലും ഇഅ്തിഖാദും എല്ലാം കൂടുമ്പോഴാണല്ലോ അമലും കൂടുമ്പോഴാണല്ലോ. അപ്പോൾ അതിൽപ്പെട്ട അമലുകൾ ഇവരാണ് ബിർറ് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ മറ്റൊരു പേരാണത്. അപ്പോൾ യഥാർത്ഥ ഈമാനുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിഫത്തുകൾ എല്ലാം ഉള്ളവരാണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ കുറേ ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി. മറ്റ് ഇമാം ബുഖാരി തങ്ങൾ പറയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന ആയത്തും അല്ലായത്ത മൻസൂബായിട്ടാണ് വായിക്കുക. ഇക്റയില്ലാത്ത ആയത്തിനെ നീ ഓതിക്കോ. എന്താണ് ആയത്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ഈ 11 ആയത്തിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ ആയത്ത് സാധാരണ എല്ലാവർക്കും അറിയുന്നതായത് കൊണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിലും കുറേ ഔസാഫുകൾ പറഞ്ഞു. ഈ ഔസാഫുകളെല്ലാം ഈമാൻ കാര്യങ്ങൾ എന്ത് എന്ന് വർണ്ണിക്കുന്നതും വിശദീകരിക്കുന്നതുമാണ്. കുറേ ഈമാൻ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, അതെണ്ണി നോക്ക്. ഇതുപോലെ പല ആയത്തുകളിലുമുണ്ട്, അതും നോക്ക്. അതാ ഇവിടെ അത്ഫിനെ കൊടുക്കാതെ പറഞ്ഞത്. ഖദ് അഫ്ലഹ എന്നുള്ള ആയത്തും നീ വായിച്ചോദിക്കോ. അതുപോലെ വേറെയും ആയത്തുകളിൽ ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നായി വിവരിക്കുന്നുണ്ട്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه آمين يا رب العالمين. حدثنا عبد الله بن محمد قال حدثنا أبو عامر العقدي قال حدثنا سليمان بن بلال عن عبد الله بن دينار عن أبي صالح عن أبي هريرة رضي الله عنه وعنهم عن النبي صلى الله عليه وسلم أنه قال الإيمان بضع وستون شعبا والحياء شعبة من الإيمان. ഇമാം ബുഖാരി പറയുകയാണ് حدثنا عبد الله بن محمد അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് എന്നവർ. അവരുടെ സ്ഥാനപ്പേര് അബൂ ജഅഫർ എന്നാണ്. അവരുടെ പിതാവിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ജഅഫർ ബിൻ അൽ യമാൻ ബിൻ അഖ്നസ് ബിൻ ഖുനൈസിൻ അൽ ജുഅഫി അൽ ബുഖാരി അൽ മുസ്നദി. അവരെ സംബന്ധിച്ച് മുസ്നദി എന്ന പേരിൽ അറിയപ്പെടലുണ്ട്. പിതാവിനെ പറ്റി അറിയപ്പെടും,
അബൂ ജഅഫർ എന്ന അബ്ദുള്ള എന്ന നമ്മുടെ റാവി അവരെ സാധാരണഗതിയിൽ അൽ മുസ്നദി എന്ന പേരിലാണ് അറിയപ്പെടല്. അവർക്ക് മുസ്നദി എന്ന് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് മുസ്നദായ ഹദീസിനെ മാത്രം തിരഞ്ഞെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. മുർസല്, മുങ്കത്തി അതെല്ലാം ഒഴിവാക്കി മുഴുവൻ നബി തങ്ങളിലേക്ക് മുത്തസിലായ സനദുള്ള ഹദീസുകൾ മാത്രം പറയും. എവിടെങ്കിലും സനദിൻ്റെ ആദ്യത്തിൽ നിന്ന് പോയാൽ മുങ്കത്തി അറിയും, അവസാനം സ്വഹാബി പോയാൽ മുർസല് അറിയും. അങ്ങനെയുള്ള ഒന്നും അവർ റിപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് മുസ്നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. റാവികളിൽ നിന്ന് രണ്ടാമത്തെ റാവി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ്, ഒന്നാമത്തെ ഉസ്താദ് അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്നവരാണ്. അവരുടെ ഉസ്താദ് ആയിട്ട് വരുന്നത് ഇമാം ബുഖാരി പറയുന്നത് കാല ഹദ്ദസനാ അബൂ ആമിറിനിൽ അഖദിയു. അബൂ ആമിർ അൽ അഖദി എന്നവരാണ്. അവരുടെ നേരെ പേര് വിളിപ്പേരാണ്, കുഞ്ഞത്തലമാണ് അബൂ ആമിർ. അവരുടെ പേര് അബ്ദുൽ മലിക് എന്നാണ്. അബ്ദുൽ മലിക് ബിനു അംരി ബിന് കൈസിനിൽ അഖദിയോ അൽ ബിസ്രിയോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇമാമിനെ തൊട്ടും അതുപോലെ വലിയ വലിയ മഹാന്മാരെ തൊട്ടും അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ അവരുടെ ഉസ്താദന്മാരായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പ്രധാന ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാന്മാർ അവരുടെ ഉസ്താദന്മാരായിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹവൈ ഉണ്ട്. അവർ ധാരാളം മഹാന്മാർ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഖൈസമ ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ അവരെ തൊട്ട് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ അഖദി എന്ന് മൂപ്പരെ സംബന്ധിച്ച് പറയുന്നത്, അഖദി എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ അഖദി കബീലയിൽപ്പെട്ടവരല്ല. അവര് അഖദി കബീലയിൽപ്പെട്ട അഖദീന എന്ന് പറയുന്നത് ബനു കൈസിൽപ്പെട്ട ഒരു കുടുംബമാണ്. അറബി കബീലയിൽപ്പെട്ട ബനു കൈസ്, അതല്ല ബുജൈലാണെന്നും അഭിപ്രായമുണ്ട്. ബുജൈല എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബന്മാരിൽപ്പെട്ട വലിയ അന്നത്തെ കാലത്ത് ഏറ്റവും ധീരന്മാരുള്ള കബീലയാണല്ലോ ബുജൈല. അതിൽപ്പെട്ടതാണ്, അതല്ല അസ്ദിൽപ്പെട്ടതാണ്, അതല്ല ബനു കൈസിൽപ്പെട്ടതാണ്. ഏതായാലും അവരിൽപ്പെട്ടൊരു കബീലയാണ് അഖദീങ്ങൾ എന്ന് പറയുന്ന കബീല. അവർക്ക് ഒരു ചീത്ത സ്വഭാവം ഉണ്ടായിരുന്നു. സ്വഭാവം ചീത്ത ആയതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അഖദീ എന്നുള്ള പേര് അവർക്ക് കിട്ടിയത്. എല്ലാത്തിനും കെട്ടിടുന്നവർ, എല്ലാത്തിനും കുടുക്കിടുന്നവർ എന്നുള്ള പേരിൽ അവരറിയപ്പെടാനുള്ള കാരണം അതാണ്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട അബൂ ആമിർ അഖദി എന്നവർ ആ കബീലയിൽ നിന്ന് ഇത്തക്ക് ചെല്ലിയവരാണ്. ആ കബീലക്കാർ ഇത്തക്ക് ചെല്ലിയതുകൊണ്ട് അവർക്ക് ആ പേര് കിട്ടിയതാണ്. അവരെല്ലാം അവരുടെ അതിൽപ്പെട്ട ഒരാളെ അവർ ഇത്തക്ക് ചെല്ലി വിട്ടതുകൊണ്ടാണ്, അഖദീങ്ങളിൽപ്പെട്ടവർ ഇത്തക്ക് ചെല്ലി വിട്ടതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അഖദി എന്ന് പറയുന്നത്. ഏതായാലും ആ പേരൊരു നല്ല പേരല്ല. കാരണം ഒരു കുടുംബത്തിന് ചീത്ത പേര് കിട്ടിയാൽ പിന്നെ അത് പോകില്ലല്ലോ. ആ നിലക്കാണ് അവരെ സംബന്ധിച്ച് അഖദി, എല്ലാത്തിനും ഒരു കുടുക്കിടുന്നവർ. ആ കുടുംബം അങ്ങനെയുള്ള കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മഹാനായ അബൂ ആമിർ അബ്ദുൽ മലിക് ബിൻ അംർ ബിൻ കൈസിനിൽ അഖദി എന്നവർ ബസറക്കാർ അൽ ബസരിയൂന്നും ബിസിരിയൂന്നും പറയുന്നുണ്ട്. അവർ വലിയ കാര്യമായ ആളാണ്. അവർ ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദായി ബുഖാരിൻ്റെ സനദിൽ വന്നാൽ തന്നെ മുമ്പ് പറഞ്ഞ മാതിരി ഫഖദ് ജാസൽ ഖന്തറ എന്നല്ല, പാലം കടന്ന ആളാണല്ലോ. അതോടുകൂടെ അവരുടെ ജലാലത്തും അവർ സിക്കത്തുള്ളവരാണെന്നും അവർ വിശ്വാസയോഗ്യരാണെന്നും വലിയ സ്ഥാനമാനമുള്ളവരാണ് എന്നുള്ളതിനും ഹാഫിദീങ്ങളുടെ ഇടയിൽ ഇത്തിഫാഖുള്ള വിഷയമാണ്, എതിരഭിപ്രായമില്ല. അവരാണ് അബൂ ആമിർ അബ്ദുൽ മലിക് ബിൻ അംർ ബിൻ കൈസിനുൽ അഖദി എന്ന് പറയുന്നവർ. അവരുടെ സ്വഭാവം നിരച്ച താടിക്ക് മൈലാഞ്ചി വിടാത്തവരായിരുന്നു അവർ. അവിടെ പേരിൻ്റെ ലബ്ത് കസ്സല്ലാനി പറഞ്ഞത് അൽ അഖദിയോ ബി ഫതഹിൽ ഐനിൽ മുഹ്മല വൽ ഖാഫീന. ഐന് ഫതഹ് കൊണ്ടും കാഫ് കൊണ്ടിട്ടുമാണ് കാഫിനിക്കും ഫതഹ്. നിസ്ബത്തുൻ ഇലൽ അഖദത്തീന, അഖദത്തിലേക്ക് നിസ്ബയിട്ടാണ് അഖദി എന്ന് പറയുന്നത് കസ്സല്ലാനി.
മൂന്നാമതായിട്ട് ഈ സനദിൽ വരുന്നത് അവർ അബൂ ആമിർ അൽ അഖദിയുടെ ഉസ്താദായിട്ട് വരുന്നത് അവർ പറഞ്ഞു ഹദ്ദസനാ സുലൈമാൻ ബിനു ബിലാലിൻ, സുലൈമാൻ ബിൻ ബിലാൽ എന്നവരാണ്. അവരെ വിളിക്കുന്ന പേര് അബൂ മുഹമ്മദ് എന്നും വിളിക്കും, അബൂ അയ്യൂബ് എന്നും അവർക്ക് പേരുണ്ട്. സുലൈമാൻ ബിൻ ബിലാൽ അൽ ഖുറശി, ഖുറൈശിയാണ്, തൈമിയാണ്, മദീനക്കാരനുമാണ്. സിദ്ദീഖ് റളിയല്ലാഹു മൗലാ ആലി സിദ്ദീഖ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരുടെ മൗലയാണ്. മൗലൽ ഖൗമി മിൻഹും, ആ നിലക്കാണ് അവരെ പറ്റി ഖുറശി എന്ന് പറയുന്നത്. ഇവരുടെ ഉസ്താദായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ദീനാർ എന്നവരും ധാരാളം താബിഈങ്ങളുമുണ്ട്. അവരെ തൊട്ട് തന്നെ കാര്യമായി വലിയ വലിയ ആളുകൾ അബ്ദുല്ലാഹി മുബാറക്ക് പോലെയുള്ള ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ബർബരിയാണ്, വലിയ ഭംഗിയുള്ള ആളാണ്. ജമീലൻ ഹസനൽ ഹയ്യത്തി ആഖില, വലിയ ബുദ്ധിമാനുമാണ്, നല്ല ഭംഗിയുള്ളവരാണ്, നല്ല വേഷം ധരിക്കുന്നവരുമായിരുന്നു. വകാന യുഫ്തി ബിൽ ബലദ്, അദ്ദേഹത്തിൻ്റെ ബർബറിലുള്ള ബർബർ എന്ന നാട്ടിൽ ഫത്ത് കൊടുക്കുന്നവരുമായിരുന്നു. വവല്ലാ ഖുറാജൽ മദീന, മദീനയിലുള്ള നികുതി പിരിക്കുക എന്നുള്ള അധികാരമുള്ള നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥാനം ഏറ്റെടുത്തിട്ടുമുണ്ട്. മഹാനവരുടെ വഫാത്ത് നടക്കുന്നത് 172-ലാണ്. 172-ലാണ് അവരുടെ വഫാത്തുള്ളത്. സിഹാവു സിത്തയിൽ സുലൈമാൻ ബിൻ ഹിലാൽ എന്ന പേരിൽ ഇവർ മാത്രമേ ഉള്ളൂ. ആ സുലൈമാൻ ബിൻ ഹിലാൽ എന്നവരുടെ ഉസ്താദ് സുലൈമാൻ ബിൻ ബിലാൽ അവരുടെ ഉസ്താദായിട്ട് വരുന്നത്, അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ദീനാർ എന്നവരെ തൊട്ടാണ്. രണ്ടാളും താബീങ്ങളാണ്. അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അഹു അംർ ബിൻ ദീനാർ, അംർ ബിൻ ദീനാറിൻ്റെ സഹോദരനാണ്. അൽ ഖുറശിയു അൽ അദവിയു അൽ മദനിയു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്, ഖുറൈശിയാണ്, മദീനക്കാരനാണ്. അവരൊറ്റ അദവി എന്നും ഖുറൈശി എന്നും നേരത്തെ പറഞ്ഞ ഇത്തിക്കിന്റെ ബന്ധത്തിൻ്റെ മേലുള്ള ഖുറൈശിയാണ്. ഖുറൈശിക്കാരനായ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത്തിക്ക് ചൊല്ലി സ്വതന്ത്രനാക്കിയത് കൊണ്ടാണ് അവരെ പറ്റി ഖുറൈശി, അദവി എന്നെല്ലാം പറയുന്നത്. ഇബ്നു ഉമറിൻ്റെ ശിഷ്യനാണ്. പറയും ധാരാളം സഹാബികളെ അവർ കേട്ടിട്ടുണ്ട്. അവരെ തൊട്ട് അവരുടെ മകനായ അബ്ദുറഹ്മാൻ എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന അവരുടെ ശിഷ്യനായിട്ട് വരുന്ന അബൂ സുലൈമാൻ ബിൻ ബിലാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ. വസിഖത്തും ബിത്തിഫാഖ്, അഭിപ്രായ വ്യത്യാസമില്ല, സിഖത്താണ് എന്ന വിഷയത്തിൽ. അവരുടെ വഫാത്ത് നടക്കുന്നത് 127-ലാണ്. പിന്നെ അഞ്ചാമതായി പറയുന്നത് റാവികളെ കൂട്ടത്തിൽ നിന്ന് അഞ്ചാമത്തെ ആള് അബ്ദുല്ലാഹി ഇബ്നു ദീനാറിന്റെ ഉസ്താദ് അൻ അബീ സ്വാലിഹിൻ, അബൂ സ്വാലിഹ് എന്നവരെ തൊട്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് പരിചയമില്ല. അബൂ സ്വാലിഹ് എന്നവർ താബിഈയാണ്. അബ്ദുല്ലാഹി ഇബ്നു ദീനാറും സഹാബിയാണ്. സുലൈമാൻ ബിൻ ബിലാൽ എന്നവർ താബി സ്വഹല്ല കേൾക്കുകയാണല്ലോ. സുലൈമാൻ ബിൻ ബിലാൽ എന്നവർ താബിഈയല്ല. അബ്ദുല്ലാഹി ഇബ്നു ദീനാറും അവരുടെ ഉസ്താദായ അബൂ സ്വാലിഹും എന്നവരാണ് താബിഈയായി വരുന്നത്. ആദ്യം പറഞ്ഞത് സുലൈമാൻ ബിൻ ബിലാൽ എന്നവർ താബിഈയാണ് എന്നത് പേച്ചു പറഞ്ഞതാണ്. അബൂ സ്വാലിഹ് അവരുടെ പേര് ദക്വാൻ, അസ്സമ്മാനു, അസ്സയ്യാത്തു, അൽ മദനിയു, നെയ് കച്ചവടക്കാരൻ, എണ്ണ കച്ചവടക്കാരൻ എന്നെല്ലാം പേര് സമ്മാൻ, സയ്യാത്ത് എന്നെല്ലാം പേരുള്ളവരാണ്. അവർ കൂഫയിലേക്ക് ജയ്ത്ത് എണ്ണ കച്ചവടം ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് സയ്യാത്ത് എന്നും സമ്മാൻ എന്നും പറയുന്നത്. വലിയ കാര്യമായ ആളാണ്. ധാരാളം സ്വഹാബികളെ കേട്ടിട്ടുണ്ട്. ഉസമിയ ജംഅൻ മിന സ്വഹാബാന ഉംദത്തുൽ ഖാരിയിൽ പറയുന്നത്. സ്വഹാബത്തിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ തന്നെ കേട്ടിട്ടുണ്ട്. താബീങ്ങളിൽ നിന്ന് വമ്പാടും ആളുകളെയും കേട്ടിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരായിട്ട് ധാരാളം താബീങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അത്താ എന്നവർ, അഹ്മസ് എന്നവർ, അങ്ങനെയുള്ള ധാരാളം ആളുകൾ. അഹ്മസ് എന്നവർ പറയാണ്, ഞാൻ അവരുടെ വക്കൽ നിന്ന് 1000 ഹദീസ് കേട്ടിട്ടുണ്ട്.
ഇത് ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ടുണ്ട്. വത്തഫഖു അലാ തൗസീഖിഹി, അദ്ദേഹം സിഖത്താണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യനാണ് എന്നുള്ള വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അവിടെ വഫാത്ത് നടക്കുന്നത് 101 ഹിജ്റ 101. പിന്നെ അവരുടെ ഉസ്താദായിട്ട് വരുന്നത് അവർ പറയുന്നത് താബിയാണ് അബൂ സ്വാലിഹ് എന്നവർ. അവർ പറയാണ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തൊട്ടാണ് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് കൂടുതൽ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. സ്വഹാബത്തുകളിൽ നിന്ന് പല ആളുകളുടെയും പേര് കേട്ടിട്ടുണ്ടെങ്കിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അത്ര പേര് ഖുലഫാഉൽ അർബഅ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരിക്കും എല്ലാവരും. കാരണം എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ നാടുകളിലെല്ലാം മിമ്പറിൽ വെച്ച് ഖുതുബൻ്റെ അവസാന ഭാഗം, രണ്ടാം ഖുതുബൻ്റെ അവസാന ഭാഗം ദുആ ചെയ്യുമ്പോൾ ഖുലഫാഉൽ അർബഅനെ പറയും, റസൂലുള്ളാഹിന്റെ 2 അമ്മിനെ പറയും, ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും പറയും, ഹസനെയും ഹുസൈനെയും പറയും. പിന്നീട് അങ്ങനെ അവസാന ഭാഗത്ത് ഇങ്ങനെയുള്ള മഹാന്മാരെ പേര് പറയുമ്പോൾ തുടക്കത്തിൽ മിമ്പർമേൽ കയറുന്നതിന് മുമ്പ് മഅ്ശറ വിളിക്കുമോ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഇദൽ ഖതീബു അലൽ മിമ്പർ ഫലാ യതകല്ലമന്ന ഫമൻ തകല്ലമ ഫഖദ് ലഗാ എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിക്കുമല്ലോ. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേര് പറയുന്നുണ്ട്. പല സ്ഥലത്തും പല കോലങ്ങളിലാണ് പറയല്. ചില ആളുകൾക്ക് നബി ഹുറൈറ എന്ന് പറയും, ചില ആളുകളാണെങ്കിലോ റവൽ ബുഖാരി വ മുസ്ലിമുൻ അൻ നബി ഹുറൈറത്ത എന്ന് പറയും. ചില ആളുകളാണെങ്കിലോ അൻ അബ്ദുറഹ്മാൻ അബി ഹുറൈറ എന്നുകൊണ്ട് പല വസ്തുക്കളെ കൊണ്ട് പറയുന്നവരുണ്ട്. നമുക്ക് കേൾക്കാം, പല ഭാഗത്തും പല കോലത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനിച്ച് വളർന്നത് വളരെ യതീമായിട്ടാണ്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. അവർ തന്നെ പറയലുണ്ട്, നശഅതു യതീമാ വഹാജർതു മിസ്കീനാ, ഞാൻ വളർന്നത് യതീമായിട്ടാണ്, ഹിജ്റ പോരുമ്പോൾ ഞാൻ മിസ്കീനാണ്. അങ്ങനെ അവരാണെങ്കിലോ മദീനയിൽ ബുസ്റ ബിൻത് ഗസ്വാൻ, ബുസ്റ അല്ല ബുസ്റ അവസാന ഹാത്തയാണ്, ബുസ്റ ബിൻത് ഗസ്വാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂലിപ്പണിക്കാരനായിരുന്നു. പിന്നീട് അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബുസ്റയെ വിവാഹം ചെയ്തു. ഫൽഹംദുലില്ലാഹില്ലദീ ജഅലദ്ദീന ഖിവാമാ. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു. പലപ്പോഴും ഗവർണറായി പോയിട്ടുണ്ട്. പ്രതാപിൻ്റെ കാലത്തെല്ലാം ഗവർണറായി പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. അധികാരത്തിൻ്റെ വലിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തവരാണ്. അധികാരത്തിൽ വളരെയധികം കാലം നിന്നിട്ടുണ്ട്. അവസാന കാലം ബദരീങ്ങൾ സ്വഹാബത്തിനേക്കുള്ള വിഹിതങ്ങളെ കൊണ്ടും ഈ ഗവർണറായതിൻ്റെ പേരിൽ ശമ്പളം കൊണ്ടും പല നിലക്കും അദ്ദേഹം വലിയ ധനികനായിട്ടുണ്ട്. അങ്ങനെയാണ് ബുസ്റ എന്ന് പറയുന്ന മുതലാളിച്ചിനെ അടക്കം കല്യാണം കഴിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഇമാമിങ്ങൾ പറയുന്നത് ലോകത്ത് ഒരാളെ പേരിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെ മറ്റൊരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിൻ്റെ ശേഷമുള്ള പേരെന്താ, മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള പേരെന്താ, രണ്ടിലും 30ഓളം അഭിപ്രായങ്ങളുണ്ട്. 30ഓളം അഭിപ്രായങ്ങളുണ്ട്. ഉഖ്തുലിഫ ഫീ ഇസ്മിഹി വസ്മി അബീഹി അലാ നഹ്വി 30 ഖൗലാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും പിതാവിൻ്റെയും പേരിൻ്റെ വിഷയത്തിൽ 30ഓളം കൗലുകളുണ്ട്. അതിൽ വെച്ച് ഏറ്റവും അക്രമായ കൗല് അബ്ദുല്ലാ എന്നതാണ്. അതല്ല അബ്ദുറഹ്മാൻ എന്നുമാണ്. പിതാവിൻ്റെ പേര് സ്വഹ്ർ എന്നുമാണ്.
അബ്ദുല്ലാഹിബ്നു സഖർ എന്നും പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അതും റാജിഹായ അഭിപ്രായം ഇത് രണ്ടാണെന്ന്, അബ്ദുള്ളയോ അബ്ദുറഹ്മാനോ ആണ്. അതും തീർത്ത് ആരും പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? അബൂ ഹുറൈറ എന്ന പേര് അറിയപ്പെട്ട പേരായി. എന്നാലും കൂടുതൽ ഇമാമിങ്ങൾ പറയുന്നത് അബ്ദുറഹ്മാൻ എന്ന പേരാണ് അവസാനമായി സ്വീകരിക്കപ്പെട്ട പേര് എന്ന് പറയുന്നവരുണ്ട്. അവിടെ ഉമ്മയുടെ പേര് എന്തായാലും മൈമൂന എന്നാണ് ഇസ്ലാമിലെ പേര്. ഉമ്മ മുസ്ലിമാവാതെ കുറേ കാലം നിന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യിപ്പിച്ചു. ആ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. ഉമ്മാന്റെ പേര് മൈമൂന, അതല്ല ഉമയ്യയാണ് എന്നും അഭിപ്രായമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറേ കാലം ആട് മേയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സുഫത്തിന്റെ അഹ്ലുകാരുടെ എല്ലാ പോരായ്മയും നോക്കുന്ന ഒരാളായിരുന്നു. അവരുടെ ഉദ്യോഗം അതാണ്. സുഫത്തിന്റെ അഹ്ലുകാർക്ക് വല്ലതും വേണോ അത് നബി തങ്ങളോട് ബോധ്യപ്പെടുത്തലും അത് മറ്റുള്ളവരോട് പറയലും അവർക്ക് വേണ്ട മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കലും അവർക്ക് ആർക്കെങ്കിലും പ്രത്യേക ഭക്ഷണത്തിന് മറ്റുള്ള വീട്ടുകാർക്ക് അയക്കണമെങ്കിൽ അത് അയക്കാനും എല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് ഈ അബൂ ഹുറൈറ എന്ന് പറയാനുള്ള കാരണം, അബൂ ഹുറൈറ തന്നെ പറയാണ്, ഞാൻ ആട് മേയ്ക്കാൻ വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ നേരം പോക്കിന് വേണ്ടി ഒരു പൂച്ചനെ കൊണ്ടുപോയി ആ പൂച്ചനെ കൊണ്ട് കളിക്കലുണ്ട്. അങ്ങനെയാണ് എനിക്ക് ആ പേര് കിട്ടിയത്. പിന്നീട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂച്ചനെ കയ്യിൽ പിടിച്ച് കുപ്പായത്തിൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ, അന്നത്തെ കുപ്പായത്തിൽ ചില ആളുകൾ കൈക്ക് നല്ല വീതി നല്ല വലിപ്പമുള്ള കൈയിടും, ആ കുപ്പായത്തിൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചനെയും കൊണ്ട് നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അബൂ ഹുറൈറ എന്ന് പേരിട്ടത്. നബി തങ്ങൾ അബൂ ഹുറൈറ എന്ന് വിളിക്കുന്ന മാതിരി തന്നെ അബൂ ഹിർ എന്ന് വിളിച്ചതും ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമാത്തുകളും ആദരവുകളും ബുഖാരിയിൽ തന്നെ ധാരാളം വരുന്നത് കൊണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ നിൽക്കുമ്പോൾ ഖൈബറിലേക്ക് നേരിട്ട് പോയിക്കുകയാണ്. അവിടെ വെച്ചാണ് നബി തങ്ങളെ കാണുന്നത്. ആ ഖൈബറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും അവിടെ വെച്ച് ഖൈബർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൻ്റെ മുമ്പ് തന്നെ മുസ്ലിമായിട്ടുണ്ട്. യമനിൽ നിന്ന് വരുന്ന ഒരു സംഘത്തോട് കൂടെ ഒരേ കപ്പലിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഹിജ്റ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്, ഹബ്ശീനിയയിൽ നിന്ന് ഹിജ്റ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവരെ കൂട്ടത്തിൽ അവർ കയറിയ കപ്പലിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോകുന്നത്. അല്ലെങ്കിൽ അബൂ ഹുറൈറ വരുന്ന കപ്പലിലാണ് അവർ വഴിയിൽ വെച്ച് കയറിയത്. അബൂ ഹുറൈറ യമനിയാണ്. അപ്പം എന്തായാലും ആ ഹിജ്റ 7 ഖൈബറിൽ വെച്ച് മുസ്ലിമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ 3 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലാസിമാക്കി മറ്റു ഒരു പണിക്കും പോയില്ല. അതിൻ്റെ ബുഖാരി അടുത്തടുത്ത അതിനെ സംബന്ധിച്ച സംഭവങ്ങളെല്ലാം ബുഖാരി ഇമാമ് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് വരുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് അബൂ ഹുറൈറയാണ്. അത് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്. അത് മനസ്സിലാക്കണമെന്നല്ല. വഹുവ അക്തറു സ്വഹാബത്തി റിവായതൻ ബിഇജ്മാഇൻ. ഉംദത്തുൽ ഖാരി 194 പേജ് 1-ാമത്തെ ജുസിലാണ് ഈ പറയുന്നത്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അത് അഭിപ്രായ വ്യത്യാസമില്ല അബൂ ഹുറൈറയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പലരും എന്താ ചെയ്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനാണ്, പോയത്തക്കാരനാണ്, അറിവില്ലാത്ത ആളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, വെറുതെ പറയുന്ന ആളാണ്, ഊഹന വെച്ച് പറയുന്നവരാണ്, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തള്ളാണ് നോക്കൂ സ്വഹാബത്തിൻ്റെ കൂട്ടുന്നത്. അബൂ ഹുറൈറനെ തള്ളിയാൽ പിന്നെ കുറേ ഹദീസുകൾ നഷ്ടപ്പെടും.
അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ഗൂഢതന്ത്രമാണത്. സ്വഹാബത്താണ് നബി തങ്ങളോട് കൂടെ ധാരാളമായി കൂടിയവരാണ്. നബി തങ്ങൾ പലപ്പോഴും ദുആ ചെയ്ത് കൊടുത്തതാണ്. അതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ ബുഖാരിയിൽ തന്നെ വരുന്നുണ്ട്. അബൂ ഹുറൈറയെ കള്ളനാക്കുന്നതും ഹദീസിന് യോഗ്യതയില്ലാതെയാക്കുന്നതും നിർമ്മിക്കുന്നവരും ആക്കുന്നത് അവർക്ക് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ 5374 ഹദീസുകളാണ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ 418 ഹദീസുകളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് 515 ഹദീസാണ് ടോട്ടൽ. ബുഖാരിയിൽ 418 ഹദീസും മുസ്ലിമിൽ 575 ഹദീസുമുണ്ട്. അതിൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ളത് 325 ഹദീസാണ്. 325 ഹദീസ്. അങ്ങനെ 325 ഹദീസ് ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തതും 190 ഹദീസ് ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തതുമായിട്ടുണ്ട്. രണ്ടാളും കൂടി റിപ്പോർട്ട് ചെയ്തത് 325 ഹദീസ്. ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത് 93. മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 190 ഹദീസ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ 5374 ഹദീസുകളാണ് മഹാനവർകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ബുഖാരിയും മുസ്ലിമും രണ്ടാളും കൂടെ ഇത്തിഫാക്കായി മുത്തഫഖ് അലൈഹിയായ ഹദീസുകളുള്ളത് 325 ഹദീസ്. മുത്തഫഖ് അലൈഹിയായി അല്ലാതെ ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത്, മുസ്ലിമില്ലാതെ ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത് 93 ഹദീസ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യാതെ മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 190 ഹദീസ്. ടോട്ടൽ ബുഖാരിയിൽ മുത്തഫഖ് അലൈഹിയും അല്ലാത്തതുമായ ഹദീസുകൾ 418. മുസ്ലിമിൽ മുത്തഫഖ് അലൈഹിയും മുസ്ലിം സ്വന്തം റിപ്പോർട്ട് ചെയ്തതും അടക്കം 575. ഇത്രയും ഹദീസുകൾ മഹാനവർകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനവർകളാണ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ളവരിൽപ്പെട്ട ഒരാൾ. അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹാബിമാരുണ്ട്, താബികളുണ്ട്. ആകെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അവരുടെ ശിഷ്യന്മാർ ആകെയുള്ളത് 800-ൽ കൂടുതലാണ്. 800-ൽ കൂടുതൽ മഹാന്മാരായ സ്വഹാബികളുമല്ലാത്തവർ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാം അവരുടെ ശിഷ്യന്മാരായി അവരെ തൊട്ട് റിവായത്ത് ചെയ്തവരാണ്. അതുപോലെ അവർക്കൊരു മകനുണ്ട് അൽ മുഹറർ, അവരും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ഹിജ്റ 59-ലാണ്, അതല്ല 58-ലാണെന്നും അഭിപ്രായമുണ്ട്. അവരുടെ കബറടക്കപ്പെട്ടത് ജന്നത്തുൽ ബഖീഇലാണ്. വഫാത്താകുമ്പോൾ 78 വയസ്സാണുള്ളത്.
അവിടെ ചില ആളുകൾ പറയലുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ അസ്കലാനിൻ്റെ അടുത്ത്, ഷാമിലെ അസ്കലാൻ അതിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ആണ് ഖബറിട്ട് കിടക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ പറയപ്പെടുന്നതിന് ലാ അസിലല, അതിനൊക്കെ ഒരു അസിലുമില്ല. ഫസ്തനിബുഹു, അത് ഒഴിവാക്കിക്കാളാ. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ് മറവിട്ട് കിടക്കുന്നത്. അസ്കലാൻ അടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണെന്ന് അറിയപ്പെടുന്നത്. അത് വേറെ ഒരു സ്വഹാബി ഖൈസഅത്ത് ബിൻ ജുന്ദുറ എന്ന് പറയുന്ന സ്വഹാബിൻ്റെ ഖബറാണ്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെതല്ല. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അബൂ ഹുറൈറ എന്ന പേരിൽ ഒരാളൊന്നില്ല. അത് നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാത്രമാകുന്നു. പക്ഷെ സ്വഹാബി അല്ലാത്ത റാവികളെ കൂട്ടത്തിൽ ഇതേ പേരുള്ള വേറെയും ആളുകളുണ്ട്. മഖൂൽ എന്ന റിപ്പോർട്ട് ചെയ്യുന്നൊരു അബൂ ഹുറൈറ ഉണ്ട്. അവർ അതുപോലെ തന്നെ വേറൊരു മുഹമ്മദ് ബിൻ ഫിറാസിൻ ലബ്ഇ എന്ന് പറയുന്ന മഹാൻ, അവരെ സംബന്ധിച്ചും ഒരു അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ തൊട്ട് മുഹമ്മദ് ബിൻ ഫിറാസിൻ ലബ്ഇ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം തുർമുദിയിൽ ഇബ്നു മാജഹ് ഹദീസ് ഉണ്ട്. അത് വേറെ സഹാബി അല്ലെങ്കിലും റാവികൾപ്പെട്ട ഒരാളാകുന്നു. അത് 245 വഫാത്തായ ഒരാളാണ്. വേറെ ഒരു അബൂ ഹുറൈറ ഉള്ളത്. പിന്നെ ശാഫിഈ മദ്ഹബിലെ അസ്ഹാബുൽ ഉജൂഹിൽപ്പെട്ട ഒരു മഹാനായ ഷാഫി ഇമാമിൻ്റെ ഒരു ശിഷ്യനുണ്ട്, ഒരു അസ്ഹാബിമാരിൽപ്പെട്ട ഒരാളുണ്ട്. അവരുടെ പേരെന്താണ്? അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഫിഖ് കിതാബിലെല്ലാം കാലം അബൂ ഹുറൈറ എന്ന് കാണും. അത് ശ്രദ്ധിക്കുന്നതല്ലാണ്. ഫിഖിൻ്റെ കിതാബുകളിൽ ശറഹുൽ മുഹദ്ദബ് പോലെയുള്ള കിതാബുകളിലെല്ലാം അസ്ഹാബുൽ ഉജൂഹിനെ തൊട്ടുദ്ധരിക്കുമ്പം ഖാല അബൂ ഹുറൈറ എന്ന് പറയുമ്പം ആ അബൂ ഹുറൈറ ഇമാം ഷാഫിയുടെ അസ്ഹാബുൽ ഉജൂഹിൽപ്പെട്ടവരാണ്. അവരുടെ പേര് സാബിത്ത് ബിൻ ശിബിൽ എന്നാണ് അവരുടെ പേര്, സാബിത്ത് ബിൻ ശിബിൽ. അവരെ സംബന്ധിച്ച് മഹാന്മാരായ ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞത് ഷെയ്ഖുൻ ഫാദിലുൻ മുനാദിറുൻ. ഷാഫി മദ്ഹബിലെ മഹാനായ ഷെയ്ഖാണ്, ഫാദിലാണ്, മുനാദറ ചെയ്യാൻ വളരെ കഴിവുള്ളവരുമാണ് എന്നാണ്. അത് വേറൊരാളാണ് അസ്ഹാബുൽ ഉജൂഹിൽപ്പെട്ട ഷാഫി ഇമാമിൻ്റെ അസ്ഹാബുൽ ഉജൂഹിൽപ്പെട്ട ഒരു മഹാനാണ്.